അങ്ങനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ നടുക്കി നമ്മളെ മലയാളികളെയൊക്കെ ഫൂളാക്കി കടന്നു കളഞ്ഞ കളർ ഇപ്പോൾ മൂന്നാം ദിവസവും പോലീസിനെ വട്ടം കറക്കിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, പഠിച്ച കള്ളന്മാരെന്ന്. പഠിച്ച കള്ളൻ തന്നെയാണ്, പഠിച്ച മോഷ്ടാവാണ്. എന്തായാലും പോലീസിനെ നാളെയോ മറ്റന്നാളൊക്കെ പോലീസിന് പിടികൂടാം എന്നിരിക്കാം, കാരണം കേരള പോലീസ് അങ്ങനെയാണ്. പക്ഷേ അത്രയും സമയം വട്ടം ചുറ്റിക്കാൻ കഴിഞ്ഞില്ലേ? തീർച്ചയായും ഇപ്പോഴും ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് അന്വേഷണത്തിൽ പോലീസിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വരുന്നൊരു വിവരം, ഈ തൃശൂർ ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച നടത്തിയ മോഷ്ടാവ് സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജം എന്നുള്ളതാണ്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള വിശദമായ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. അതേസമയം പ്രതി മലയാളി തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. MS ലിഷോയിയുണ്ട്. ലിഷോയി, മൂന്നാം നാൾ പോലീസിൽ നിന്നും എന്തൊക്കെ വിവരങ്ങൾ? പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഈ പ്രതിയുടെ പ്രതി സഞ്ചരിക്കുന്ന സ്കൂട്ടർ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ആ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായി. കൂടാതെ തദ്ദേശീയൻ തന്നെയാണ് ഈ പ്രതി എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. പ്രത്യേകിച്ചും മലയാളി തന്നെയാണ് എന്നുള്ളതാണ്. ഈ ജില്ലയുടെ പുറത്തും അതിനോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും പ്രധാനമായും ഏറ്റവും അധികം പരിശോധന ഇപ്പോഴും നടക്കുന്നത് ഈ ചാലക്കുടി മേഖലയിൽ തന്നെയാണ്. അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാലക്കുടി മേഖല വിട്ട് പ്രതി പോയിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു ചാൻസ് കൂടി നോക്കുന്നുണ്ട്. അതാണ് മറ്റെല്ലായിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് എന്തായാലും കൃത്യമായൊരു അന്വേഷണം നടക്കുന്നു. 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ അന്വേഷണം നടത്തുന്നത്. കൂടാതെ 3 CIമാരും ഈ സംഘത്തിലുണ്ട്. അങ്ങനെ വിപുലമായൊരു സംഘം തന്നെയാണ് ഈ ബാങ്ക് കവർച്ച അന്വേഷിക്കുന്നത്.